ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 17ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. 17ാമത്തെ ചാപ്റ്ററിന്റെ പകുതി ഭാഗത്തോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയായിട്ടോ മക്കളെ നമ്മൾ ഇന്ന് നോക്കുന്നത്. വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണിത്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അതുകൊണ്ട് ആദ്യത്തെ പാർട്ട് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ഒരു ക്ലാസ് കാണട്ടോ. ഓക്കെ, അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് പഠിക്കട്ടോ. ഒരുപാട് എക്സാമുകൾ ഇനി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിനും റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഭാഗത്തോളം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് വിലയിരുത്തുക എന്നുള്ള ഭാഗം കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 3 ക്വസ്റ്റ്യൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇവിടെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ആവാസ വ്യവസ്ഥയിലെ ഊർജ പ്രവാഹം. ആഹാര ശൃംഖലയിലെ പോഷണ തലങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഓരോ പോഷണ തലത്തിലെ ജീവികൾ അടുത്ത പോഷണ തലത്തിലേക്ക് എന്തൊക്കെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ജീവശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ഊർജം ആവശ്യമാണല്ലോ. ജീവികളുടെ ഊർജ സ്രോതസ് ഏതാണ്? ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രീകരണമാണ് ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഈ ഒരു നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയിലെ എനർജി ഫ്ലോയെ കുറിച്ച് അല്ലെങ്കിൽ ഊർജ്ജ പ്രവാഹത്തെ കുറിച്ചാണ് ഈ ഒരു ചിത്രത്തിലൂടെ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ പ്രകാശോർജ്ജമാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ്? സൂര്യനാണ് ഊർജത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് നമുക്ക് പറയാം കേട്ടോ. സൂര്യനാണ് ഊർജത്തിന്റെ പ്രധാന സ്രോതസ്. സസ്യങ്ങൾ എന്താണ്? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, പ്രകാശോർജ്ജം നേരിട്ട് ആരിലേക്കാണ് എത്തുന്നത്? സസ്യങ്ങളിലേക്ക് അല്ലെ. സസ്യങ്ങൾ അത് പ്രകാശ സംശ്ലേഷണം വഴി സൗരോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു? രാസോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഊർജ്ജ കൈമാറ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ പിന്നീട് ഈ രാസോർജ്ജം എവിടേക്കാണ് എത്തുന്നത്? ഈ ഒരു സസ്യം ഭക്ഷിക്കുന്ന എലിയിലേക്കാണ് എത്തുന്നത്. ഈ ഒരു രാസോർജ്ജം എലിയിലേക്കാണ് എത്തുന്നത്. സസ്യങ്ങളെ ആഹാരമാക്കുന്നതിലൂടെ എന്താണ്? എലി പോലുള്ള ജീവികളിലേക്ക് ഊർജ്ജം എത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഈ ഊർജ്ജം എങ്ങോട്ടാണ്? രാസോർജ്ജം കൈമാറുന്നത് എവിടെയാണ്? ഈ ഒരു ചിത്രത്തിൽ നമുക്ക് പരുന്തിലേക്കാണ് അല്ലെ. അപ്പൊ എലിയെ പോലുള്ള ജീവികളെ കഴിക്കുന്നതിലൂടെ പരുന്തിനെ പോലുള്ള മാംസബുക്കുകളിലേക്കാണ് പിന്നീട് സൗരോർജ്ജം എത്തുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കാം. സസ്യങ്ങൾ പ്രകാശം ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ സൗരോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്നു. ഇമ്പോർട്ടന്റ് ആണ്. പിന്നെന്താണ്? സസ്യങ്ങളെ രാസോർജ്ജമാക്കി സംഭരിച്ച സൗരോർജ്ജത്തിന്റെ കുറെ ഭാഗം എന്താണ്? സസ്യഭോജികൾ ജീവൽ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നത്. അതായത് ഉദാഹരണം എലി. പിന്നെന്താണ്? സസ്യഭോജികൾ സംഭരിച്ച ഊർജ്ജത്തിന്റെ കുറെ ഭാഗം മാംസഭോജികൾ ജീവൽ പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു. ഇവിടെ പരുന്താണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ലഭ്യമായ ഊർജ്ജത്തിന്റെ ഒരു ഭാഗം താപോർജ്ജമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് എന്ത്? ആവാസ വ്യവസ്ഥയിലെ ഊർജ കൈമാറ്റം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? ഫസ്റ്റ് ആരാ വരുന്നത്? സസ്യങ്ങളാണ്. സസ്യങ്ങൾ എന്താണ്? ഈ ഒരു ആഗിരണം ചെയ്ത പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുകയാണ്. ഈ രാസോർജ്ജം എന്താണ്? കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഘട്ടത്തിലും ജീവികൾ തങ്ങളുടെ ജീവനെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട്, ഉദാഹരണം ശ്വസനം, ചലനം, ഇങ്ങനെയുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്കായിട്ട് ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഉപയോഗിക്കപ്പെടുന്ന ഊർജ്ജത്തിന്റെ ഒരു ഭാഗം എന്താണ്? താപോർജ്ജമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നത് താപോർജ്ജമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങോട്ട്? അന്തരീക്ഷത്തിലേക്കാണ് നഷ്ടപ്പെടുന്നത് അല്ലെ. അതിനാൽ ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് എത്തുമ്പോൾ ഊർജ്ജത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഓരോ പോഷണ തലത്തിലും ഊർജ്ജത്തിന്റെ അളവ് എന്താണ്? കുറഞ്ഞു വരിക ചെയ്യുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഓരോ ഘട്ടം കഴിയുന്നതിനനുസരിച്ച് എന്താണ്? ഈ ഊർജ്ജത്തിന്റെ അളവ് എന്താണ്? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വിഘാടകര്, അതായത് നമുക്ക് സസ്യങ്ങളും ജന്തുക്കളും ചത്തുപോകുന്നതുകൊണ്ട് എന്താണ്? അവയിൽ സങ്കീർണമായ ജൈവ തന്മാത്രകൾ എന്താണ്? വിഘാടകര് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയകള്, ഫംഗസുകളൊക്കെ വിഘാടകരാണല്ലേ. അവരൊക്കെ ഈ ഒരു ജൈവ തന്മാത്രകൾ എന്താക്കും? ലളിതമായ തന്മാത്രകളാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് മണ്ണിലേക്ക് പോഷകങ്ങൾ തിരികെ എത്താൻ സഹായിക്കുന്നു. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പിന്നെയും മണ്ണിലേക്ക് തന്നെയാണ് തിരിച്ചെത്തുന്നത്. ഓക്കെ, ഇതൊരു റീസൈക്ലിംഗ് പ്രോസസ്സാണ്.
ഇനി ഇവിടെ കുറച്ച് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ആഹാര ശൃംഖലയിലെ ഊർജത്തിന്റെ ആത്യന്തിക ഉറവിടം ഏതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യനും. എന്താണ് ആഹാര ശൃംഖലയിലെ ഊർജത്തിന്റെ ആത്യന്തിക ഉറവിടം ഏതാണ്? സൂര്യനാണ് അല്ലെ. സൂര്യനാണ് ആഹാര ശൃംഖലയിലെ ഊർജത്തിന്റെ ആത്യന്തിക ഉറവിടം. പിന്നെ ഉൽപാദകരിലെ സൗരോർജത്തിന്റെ സംഭരണം എങ്ങനെയാണ്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് സസ്യങ്ങളിലെ സസ്യങ്ങളാണ് ഉൽപാദകരും. പ്രകാശ സംശ്ലേഷണം വഴി എന്താണ് സൗരോർജത്തെ ആഗിരണം ചെയ്യും. അതിനെന്താണ് രാസോർജമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. രാസോർജാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഈ രാസോർജമാക്കി മാറ്റിയിട്ടാണ് തങ്ങളുടെ ശരീരത്തിൽ ഇത് സംഭരിക്കുന്നത് അല്ലെ. പിന്നെന്താണ് ഊർജ്ജ കൈമാറ്റം, ഊർജ്ജ നഷ്ടവുമാണ് കേട്ടോ പറയുന്നത്. എന്താണ് ഊർജ്ജ കൈമാറ്റവും? എങ്ങോട്ടാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്? ഒരു പോഷണ തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക്, അതായത് ഉദാഹരണത്തിൽ നിന്ന് ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, സസ്യങ്ങളിൽ നിന്ന് സസ്യബുക്കുകളിലേക്കാണ് ഊർജ്ജം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ആകെ ഊർജ്ജത്തിന്റെ ഒരു നിശ്ചിത ഭാഗം എന്താണ് മാത്രമേ കൈമാറുന്നുള്ളൂ. ബാക്കി ഊർജ്ജം ആ ജീവിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ഓരോ തലത്തിലേക്ക് എത്തുന്നതിനനുസരിച്ച് ഊർജ്ജം കുറഞ്ഞു ചെയ്യുന്നത്. ഇനി വിവിധ തലങ്ങളിലെ ഊർജ്ജ ലഭ്യത എങ്ങനെയാണ്? അതായത് ഓരോ പോഷണതലം കഴിയുമ്പോഴും ലഭ്യമായ ഊർജ്ജത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ്. നമ്മൾ പറഞ്ഞു, ഇതിന്റെ പ്രധാന കാരണം എന്താണ്? ജീവികളെ ശ്വസനത്തിനും മറ്റു ജീവൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയിട്ട് ഊർജ്ജം ഉപയോഗിക്കുന്നതും അപ്പൊ വലിയൊരു ഭാഗം എന്താണ് താപോർജ്ജമായിട്ട് അന്തരീക്ഷത്തിലേക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്, സൂചകങ്ങൾ കൊടുത്തത്. ഇനി അടുത്തത് ആവാസ വ്യവസ്ഥയിലെ ദ്രവ്യപ്രവാഹം. ജീവജാലങ്ങളുടെ വളർച്ച, ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കൽ, പ്രത്യുൽപാദനം എന്നിവയ്ക്കായി വിവിധ പദാർത്ഥങ്ങൾ, മൂലകങ്ങൾ എന്നിവ ആവശ്യമാണല്ലോ. അവയിൽ പ്രധാനപ്പെട്ട ഏതെല്ലാമാണ്? ഒരു ആവാസ വ്യവസ്ഥയിൽ നടക്കുന്ന ദ്രവ്യപ്രവാഹത്തിന് ഉദാഹരണം ശ്രദ്ധിക്കും എന്ന് പറഞ്ഞിട്ട്. ദ്രവ്യപ്രവാഹമാണ് കൊടുത്ത് നമ്മളിപ്പോ പഠിച്ചത് ഊർജ്ജപ്രവാഹമായിരുന്നു. ഇനി ദ്രവ്യപ്രവാഹം. ഇനി ഇവിടെ കാർബൺ ചക്രം അല്ലെങ്കിൽ കാർബൺ സൈക്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് എന്താണിത്? അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ വിവിധ പ്രക്രിയകളിലൂടെയൊക്കെ ചംക്രമണം ചെയ്യുന്നു എന്നാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? കാർബൺ ആഗിരണം. കാർബൺ ആഗിരണം അതായത് പ്രകാശ സംശ്ലേഷണം. അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് സസ്യങ്ങൾ എന്താണ് ആഗിരണം ചെയ്യാണ്. സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ അവ അത് ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്നു. ഇതാണ് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ നീക്കം ചെയ്യപ്പെടുന്ന പ്രധാന വഴിട്ടോ. ഓക്കെ, അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങള് കാർബൺ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് എന്താണ്? കാർബൺ പുറന്തള്ളൽ. അതായത് അന്തരീക്ഷത്തിലേക്ക് തിരികെ എത്തുന്നത് എങ്ങനെയാണ്? പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് പല രീതിയിൽ അന്തരീക്ഷത്തിലേക്ക് തിരികെ എത്തുന്നുണ്ട്. അതിൽ ഒന്നാണ് ശ്വസനം കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒന്നാമത്തത് ശ്വസനം കൊടുത്തത് കണ്ടില്ലേ? എന്താണ് സസ്യങ്ങളും ജന്തുക്കളൊക്കെ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നുണ്ട്. അപ്പൊ ഇവിടെ ചിത്രത്തിൽ നമുക്കൊരു പശുവിനെ കാണാൻ പറ്റുന്നില്ല, അതുപോലെ മരത്തെ ഒക്കെ. ഇതൊക്കെ എന്താണ് ശ്വസനം വഴി തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെത്തുന്ന കേട്ടോ. അടുത്തത് ജ്വലനം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ജ്വലനം. എന്താ ജ്വലനം? ഫാക്ടറികളിലും വാഹനങ്ങളിലൊക്കെ ഇന്ധനങ്ങൾ, അതായത് വിറക്, കൽക്കരി തുടങ്ങിയൊക്കെ കത്തും എന്താണ് വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് കല്ലുന്നുണ്ട്. അപ്പൊ ജ്വലനം വഴിയും ശ്വസനം വഴിയും അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നുണ്ട്. പിന്നെ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ വഴി. ഫോസിൽ ഇന്ധനങ്ങൾ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണടിഞ്ഞു പോയ സസ്യങ്ങളുടെയും അതുപോലെ ജന്തുക്കളുടെയും ഒക്കെ അവശിഷ്ടങ്ങളാണ് അല്ലെ ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫോസിൽ ഇന്ധനങ്ങളായിട്ട് മാറുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അല്ലെ. അപ്പൊ ഇവ ഖനനം ചെയ്ത് ഉപയോഗിക്കുമ്പോഴും കാർബൺ പുറത്തു വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ചുരുക്കത്തിൽ പറഞ്ഞാല് പ്രകൃതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് സന്തുലിതമായിട്ട് നിലനിൽക്കുന്നത് സസ്യങ്ങൾ അത് ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ സസ്യങ്ങളാണ് പ്രകാശ സംശ്ലേഷണത്തിന് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ് എന്ത് പ്രകൃതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് സന്തുലിതമായിട്ട് കൂടാതെയും അധികം കുറയാതെയും ആ ഒരു സന്തുലിതാവസ്ഥയിൽ നിലനിൽക്കുന്നത്. എന്നാൽ വനനശീകരണമൊക്കെ വർദ്ധിക്കുമെന്നാണ് ഇന്ധനങ്ങൾ അമിതമായിട്ട് കത്തുകയൊക്കെ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ആഗോള താപനത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ സൂചകങ്ങളായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നോക്കാം. ഒന്നാമത്തെ എന്താണ്? അന്തരീക്ഷ വായുവിൽ ഏത് രൂപത്തിലാണ് കാർബൺ കാണപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ പ്രധാനമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതക രൂപത്തിലാണ് കാണപ്പെടുന്നത്. CO2 രൂപത്തിലാണ് കേട്ടോ കാണപ്പെടുന്നത്. രണ്ടാമത്തെ എന്താണ്? സസ്യങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വിനിയോഗിക്കുന്നത് എന്തിനാണ്? നമുക്കറിയാം സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണമായി ആഹാരം നിർമ്മിക്കുന്നതിനാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വിനിയോഗിക്കുന്നത്. മൂന്നാമത്തത് ജീവജാലങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് തിരിച്ചെത്തുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? സസ്യങ്ങളും ജന്തുക്കളൊക്കെ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. കൂടാതെ എന്താണ് ജീവികൾ ചത്തൊഴുകുമ്പോൾ ഇത് അന്തരീക്ഷത്തിലേക്ക് കരളുന്നുണ്ടോ. വിഘാടകര് എന്താണ് വിഘടിപ്പിച്ച് പിന്നീട് ഇത് തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്.
അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ എന്താണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമിതമായ വനനശീകരണം, മരങ്ങളൊക്കെ കുറയുന്നത് കൊണ്ടില്ലേ. പല വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നൊക്കെ ഇന്ധനങ്ങൾ കത്തുമ്പോൾ പുറത്തു വരുന്ന പുക, പിന്നെ ഫോസിൽ ഇന്ധനങ്ങളുടെ അമിത ഉപയോഗം, അതൊക്കെ എന്തിനു കാരണമാവും? അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വർദ്ധിക്കാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ് കേട്ടോ. അത് ജൈവവൈവിധ്യ സംരക്ഷണം, കാർബൺ സന്തുലിതാവസ്ഥ പരിപാലിക്കൽ സഹായിക്കുന്നത് എങ്ങനെ? എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ വനങ്ങളും സസ്യങ്ങളും അന്തരീക്ഷത്തിൽ അധികമുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുന്നു. ജൈവ വൈവിധ്യം നിലനിൽക്കുമ്പോൾ ഈ പ്രക്രിയ കൃത്യമായി നടക്കുകയും കാർബണിന്റെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഇവിടെ ജലചക്രം, നൈട്രജൻ ചക്രം, ഇതൊക്കെ കുട്ടികളോട് എന്താണ് ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആവാസ വ്യവസ്ഥയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും നിലനിൽപ്പിന് ദ്രവ്യപ്രവാഹവും ഊർജ്ജപ്രവാഹവും ഫലപ്രദമായി നടക്കേണ്ടതുണ്ട്. അജീവീയ ലോകത്ത് നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ ജീവജാലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടേക്ക് തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. അതിന് ആഹാര ശൃംഖലകളും ജൈവവൈവിധ്യവും പരിപാലിക്കപ്പെടണം. ഈ പ്രക്രിയകളിൽ വിഘാടകരുടെ പങ്ക് വളരെ വലുതാണ്. അടുത്തത് ജൈവ വൈവിധ്യ ശോഷണം. ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങളെ എന്താണ് 17.6, 17.7 എന്നിവ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ വനനശീകരണം മറ്റു ജീവികളെ ബാധിക്കുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ഇവിടെ എന്താണ്, നല്ല ഒരു വനപ്രദേശമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടേക്ക് എന്താണ്, വനങ്ങളൊക്കെ നശീകരിക്കപ്പെട്ട് വരണ്ട ഒരു പ്രദേശമാണ് രണ്ടാമത്തെ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രദേശത്ത് മുമ്പുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും ഇപ്പോഴും കാണപ്പെടുന്നുണ്ടോ? ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ജീവികൾ, പണ്ട് കാണപ്പെടുന്ന ഒരുപാട് ജീവികളെ ഇപ്പൊ നമുക്ക് എന്താണ് കാണാനില്ലാത്ത സാഹചര്യങ്ങളാണ് ഇപ്പൊ ഉള്ളത്. നമ്മുടെ പ്രദേശത്ത് ജൈവവൈവിധ്യം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതാണ് കേട്ടോ, കുറഞ്ഞു വരികയാണ് അല്ലെ. അപ്പൊ നമ്മുടെ പ്രദേശത്ത് മാത്രമാണോ ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യ ശോഷണം സംഭവിക്കുന്നത്? അല്ലല്ലേ, ലോകത്ത് മുഴുവൻ ഇങ്ങനെ വംശനാശം സംഭവിക്കുന്ന ഒരുപാട് ജീവികൾക്ക് വംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചുവടെ ചേർത്തിരിക്കുന്ന ചിത്രങ്ങളെ പരിശോധിച്ച് അവയുടെ പ്രാധാന്യം എന്തെന്ന് ചർച്ച ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തിനൊക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? വേയാമ്പല്, പാതാളത്തവള, സിംഹവാലൻ കുരങ്ങ്, നക്ഷത്രാമ, വരയാടൊക്കെ അല്ലെ. അപ്പൊ എന്താണ് ചിത്രത്തിൽ നൽകിയ ഈ 5 ജീവികളുടെ പ്രാധാന്യം എന്താണ്? പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതോ അല്ലെങ്കിൽ അതീവ സംരക്ഷണ പ്രാധാന്യമുള്ളതോ ആയ ജീവികളാണ് ഈ ഒരു 5 എണ്ണം കേട്ടോ. വേയാമ്പൽ നമുക്കറിയാം കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് അല്ലെ. വേയാമ്പൽ ഔദ്യോഗിക പക്ഷിയാണ്. അതുപോലെ വനത്തിലെ വിത്തുകളൊക്കെ വിതരണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതിനാൽ ഇവയെ വനത്തിന്റെ കാവൽക്കാർ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ വേയാമ്പലിന്. അത് പാതാളത്തവള. പാതാളത്തവളന്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം. മണ്ണിനിടയിൽ ജീവിക്കുന്ന പാതാളത്തവള വർഷത്തിൽ ഒരിക്കൽ പുറത്തു വരുന്നു. ഇണ ചേർന്നതിന് ശേഷം മുട്ടകളിട്ടവ തിരികെ മടങ്ങുന്നു. ദിനോസറുകളുടെ കാലത്ത് തന്നെ ഇവർ ഉണ്ടായിരുന്നു. പരിണാമപരമായ കാര്യങ്ങൾ എന്താണ് മാറ്റങ്ങൾ സംഭവിക്കാത്ത ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? പാതാള തവളാണ് കേട്ടോ. ഓക്കെ, നമ്മൾ എന്തായിരുന്നു വേയാമ്പലിനെ കുറിച്ച് പറഞ്ഞതാണ്, വനത്തിന്റെ കാവൽക്കാർ എന്ന് വിളിക്കുന്നത് വേയാമ്പലാണ്. ഇനി സിംഹവാലൻ കുരങ്ങാണ്. അതായത് പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വംശനാശ ഭീഷണി നേരിടുന്ന കുരങ്ങ് വർഗമാണ് കേട്ടോ സിംഹവാലൻ കുരങ്ങ്. പശ്ചിമഘട്ടത്തിലെ നിത്യഹരിത വനങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്തത് നക്ഷത്രയാമാണ്. ഇവയുടെ പുറന്തോട്ടിൽ എന്താ നക്ഷത്ര ആകൃതിയിലുള്ള അടയാളങ്ങളാണ് ഈ ഒരു പേരിന് കാരണം കേട്ടോ. അതുപോലെ വന്യജീവി കടത്തുകാരും അതുപോലെ ആവാസ വ്യവസ്ഥയുടെ നാശവും ഇവയ്ക്ക് വലിയ ഭീഷണിയാണ്. ഓക്കെ, അതുപോലെ വരയാട് പശ്ചിമഘട്ടത്തിലെ പുൽമേടുകളിൽ കാണപ്പെടുന്നുണ്ട്. ഇവ തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് കേട്ടോ. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം വരയാടാണ്. ഇരവികുളം നാഷണൽ പാർക്ക് ഒക്കെ ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഈ ജീവികളുടെ ഒക്കെ പ്രാധാന്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ് ജീവികളുടെ ഒക്കെ പ്രാധാന്യം? ഈ ജീവികൾ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം കാണുന്നവ ആയതിനാൽ എന്താണ് ഇവയുടെ സംരക്ഷണം ആഗോള ജൈവ വൈവിധ്യത്തിന് അത്യാവശ്യമാണ് കേട്ടോ. ഓരോ ജീവിയും എന്താണ് പ്രകൃതിയിലെ ആഹാര ശൃംഖലയിൽ പ്രധാന പങ്ക് വഹിക്കും നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഉദാഹരണത്തിന് വേയാമ്പലുകൾ എന്താണ് ഇല്ലെങ്കിൽ വനങ്ങളിൽ മരങ്ങൾ സ്വാഭാവികമായിട്ട് വളരുന്നത് കുറയും. ഓക്കെ, അതുപോലെ പ്രകൃതിയുടെ സൂചകങ്ങളായിട്ട് പറയും ഈ ജീവികളുടെ എണ്ണത്തിന്റെ കുറവ് എന്താണ്, എണ്ണത്തിലുള്ള കുറവ് നമ്മുടെ വനങ്ങളും നദികളൊക്കെ നശിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കേട്ടോ.
ഇനി റെഡ് ഡാറ്റ ബുക്ക്. ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ സെന്റർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ചില ജീവികളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്തൊക്കെ ജീവികളാണ്? ഗംഗാസ്രാവ്, മലബാർ സിവൈറ്റ് ക്യാറ്റ്, അതുപോലെ എന്താണ് സിവറ്റ് ക്യാറ്റ്, കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട് ചിലന്തി. അപ്പൊ എന്താ റെഡ് ഡാറ്റ ബുക്ക് ഒന്നുകൂടി നോക്കാം. ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതിലിടം പിടിച്ച കുറച്ച് ജീവികളാണ് ഇവിടെ. ഗംഗാസ്രാവ്, പിന്നെന്താണ് മലബാർ സിവറ്റ് ക്യാറ്റ്, കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട് ചിലന്തി. ഇനി ഓരോ വാർത്തകൾ ന്യൂസിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാട്ടാന ശല്യം, കർഷകർ പ്രതിസന്ധിയിൽ. വേനൽക്കാലം കനത്തതോടെ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വ്യാപകമാവുകയാണ്. ആനകൾ കൂട്ടത്തോടെ എത്തി 2 ഏക്കറോളം വരുന്ന വാഴത്തോട്ടം പൂർണ്ണമായി നശിപ്പിച്ചു. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കൃഷി ഓഫീസർ അറിയിച്ചു. ഇനി അടുത്ത് കാടിന് പുറത്ത് കടുവകൾക്ക് താവളം ഒരുക്കും. അതായത് കടുവ സങ്കേതത്തിന് പുറത്ത് കടുവകളെ പാർപ്പിക്കാൻ പ്രത്യേക സങ്കേതം ഒരുക്കും. മനുഷ്യ വ്യവസ്ഥ വാസസ്ഥലത്ത് കടുവകൾ എത്തുന്നത് തടയാനാണ് ഈ പുതിയ പദ്ധതി. ഇനി വന്യമൃഗങ്ങളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ AI സാങ്കേതിക വിദ്യ. വന്യജീവികൾ കൃഷിയിടത്തേക്കോ ജനവാസ മേഖലയിലേക്കോ എത്തുമ്പോൾ അവയെ ക്യാമറ തിരിച്ചറിഞ്ഞ് AI സഹായത്തോടെ വിവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കി കാട്ടിലേക്ക് തിരികെ കയറ്റുന്നു. ഇപ്പൊ ഓരോരോ വാർത്തകളാണ് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഒരു ന്യൂസിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് വന്യജീവികൾ എന്തെല്ലാം കാരണങ്ങളാണ് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്, എന്തുകൊണ്ടാണ്, നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും. അതായത് വേനൽക്കാലത്ത് എന്താണ് കാട്ടിനുള്ളിലെ ജലസ്രോതസ്സുകളൊക്കെ വറ്റുന്നതും അതുപോലെ ഭക്ഷണ ലഭ്യത കുറയുന്നതൊക്കെ മൃഗങ്ങളെ നാട്ടിൻപുറങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ആവാസ വ്യവസ്ഥയുടെ നാശം അല്ലെ. ഈ ഒരു പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ നാശം, അതായത് വനനശീകരണം മൂലവും അതുപോലെ വനത്തിനുള്ളിലെ കടന്നുകയറ്റം മൂലമൊക്കെ മൃഗങ്ങൾക്ക് സ്വൈര്യമായിട്ട് കഴിയാൻ ഇടമില്ലാതാകുകയാണ് ചെയ്യുന്നത്. പിന്നെ കാട്ടുതീ കാരണമൊക്കെ അല്ലെ, വേനൽക്കാലത്ത് ഉണ്ടാകുന്ന കാട്ടുതീ മൃഗങ്ങളെ ഭയപ്പെടുത്തി അതിന് കാടിന് പുറത്തേക്ക് ഓടിക്കുന്നുണ്ട് അല്ലെ. പിന്നെ വന്യജീവികളുടെ എണ്ണത്തിലുണ്ടായ വർധന, അതായത് പരിമിതമായ വനപ്രദേശത്ത് ഉൾക്കൊള്ളാവുന്നതിലധികം മൃഗങ്ങൾ ഉണ്ടാകുമ്പോഴും പുതിയ ഇടങ്ങൾ തേടി പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ് പരിഹാരം നിർദ്ദേശിക്കാനാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. അതായത് എന്തൊക്കെ പരിഹാരം നമുക്ക് പറയാം. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് AI സാങ്കേതിക വിദ്യക്ക് ഉപയോഗിക്കൽ. അതായത് ചിത്രത്തിൽ സൂചിപ്പിച്ചതുപോലെ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് കടക്കുമെന്നാണ് സെൻസറുകൾ വഴിയൊക്കെ തിരിച്ചറിഞ്ഞ് ശബ്ദതരംഗമോ വെളിച്ചമോ ഉപയോഗിച്ച് അവയെ കാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കാം. അതുപോലെ വന്യജീവി ഇടനായികൾ മൃഗങ്ങൾക്ക് ഒരു വനമേഖലയിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കാൻ സുരക്ഷിതമായ വഴികളൊക്കെ ഒരുക്കാൻ പറ്റൂലേ. പിന്നെന്താണ് വനത്തിനുള്ളിൽ തന്നെ സൗകര്യങ്ങളൊക്കെ ഒരുക്കുക. അതായത് കാടിനുള്ളിൽ തന്നെ കൃത്രിമ കുളങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ വെച്ച് പിടിക്കുന്നതിനോടൊക്കെ ഭക്ഷണത്തിനും വെള്ളത്തിനും ഒക്കെ ആയിട്ട് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത് ഒഴിവാക്കാം. പിന്നെ പ്രതിരോധ വേലികളൊക്കെ കെട്ടാം. പിന്നീട് ബോധവൽക്കരണം നടത്തല്. അതായത് ചുറ്റും താമസിക്കുന്ന വനത്തോട് ചേർന്ന് താമസിക്കുന്നവർക്ക് മൃഗങ്ങളെ പ്രകോപിപ്പിക്കാതെ എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കാം. അടുത്താണ് ജൈവ വൈവിധ്യ സംരക്ഷണം കേട്ടോ. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് തന്നിരിക്കുന്ന ഈ ഒരു വിവരണം ത്തിലേക്ക് നോക്കി ഇങ്ങനെ പറയാനാണ് കേട്ടോ. അതായത് പഴങ്ങൾ, പച്ചക്കറികൾ, അരി, മത്സ്യം തുടങ്ങിയവയാണ് നമ്മുടെ ഭക്ഷണം. കൂടാതെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും സൂക്ഷ്മജീവികളിൽ നിന്നുമാണ് പല മരുന്നുകളും നിർമ്മിക്കുന്നത്. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു പ്രാണികൾ എന്നിവ സസ്യങ്ങളിലെ പരാഗണത്തെ സഹായിക്കുന്നു. ജൈവവൈവിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണമോ ഉപയോഗപ്രദമായ മരുന്നുകളോ നല്ല അന്തരീക്ഷമോ ലഭിക്കില്ല. ഇനി ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഇതിനുവേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകൾക്ക് ഉദാഹരണമാണ് WWF, അതായത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, അതുപോലെ IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പൊ ഇത് രണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകളാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഇവിടെ പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംഘടനകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഏതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റും? ഏതൊക്കെ സംഘടനകളുണ്ട്?
BNHS കേട്ടോ, BNHS. BNHS, അതായത് ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറയട്ടോ. പിന്നെന്താണ്, പിന്നെ WWF ഇന്ത്യ. ഇതൊക്കെ എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സംഘടനകളാണ്. ഓക്കെ, അപ്പൊ BNHS എന്ന ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ആണ്. അതായത് വന്യജീവികളെയും പ്രകൃതിയൊക്കെ കുറിച്ചുള്ള പഠനത്തിനും സംരക്ഷണത്തിനും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴയ സംഘടനകളിൽ ഒന്നാണ് BNHS. ഇനി WWF ഇന്ത്യ ഏതാണ്? ഇന്ത്യ ലോകവ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ഇന്ത്യയിലെ വിഭാഗമാണ് കേട്ടോ. ഇനിയും ഒരുപാടെണ്ണം ഉണ്ട്. പിന്നെന്താണ്, CPR, എന്താണ്, CPR എൻവയോൺമെന്റ് എഡ്യൂക്കേഷണൽ സെന്റർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പ്രധാനപ്പെട്ട സെന്ററുകളാണ്. പിന്നെ സാക്കോണ്, ഗ്രീൻ പീസ് ഇന്ത്യ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സസ്യങ്ങൾ പ്രകൃതിയുടെ ഔഷധ സംഭരണികൾ. പ്രാചീന കാലം മുതൽ മനുഷ്യർ സസ്യങ്ങളെ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഉപയോഗിച്ചു വന്നു. ഇന്നും അനേകം ആധുനിക ഔഷധങ്ങൾ സസ്യങ്ങളിൽ നിന്നോ അവയുടെ അടിസ്ഥാനമാക്കിയോ ആണ് നിർമ്മിക്കുന്നത്. ഇല, വേരുകൾ, പൂക്കൾ, പുറന്തൊലി എന്നിവയിൽ നിന്നെല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഏതു ചെടിയാണ് ഔഷധ ഗുണമില്ലാത്തത് എന്ന് പറയാനാകില്ല. ഇന്ന് പായ്ച്ചെടിയായി കാണുന്നതിൽ നിന്നും നാളെ വിശദമായി ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കളെ കണ്ടെത്തിയേക്കാം. എല്ലാ സസ്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവ തന്നെയാണ്. ഇനി പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, PBR. എന്താണ് ഫോം? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ആണ് കേട്ടോ. ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ BMC, അതായത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുണ്ട്. അതാത് പ്രദേശത്തെ ജൈവവൈവിധ്യം കാത്തു സൂക്ഷിക്കുകയാണ് അതിന്റെ ചുമതല. BMCയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ, അതായത് PBR തയ്യാറാക്കുന്നത്. സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങിയ ജൈവ വിഭവങ്ങളെ കുറിച്ച് വിവരങ്ങൾ, ഇവയുടെ ലഭ്യത, സവിശേഷതകൾ എന്നിവയാണ് രജിസ്റ്ററിലെ പ്രധാന ഉള്ളടക്കം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PBR എന്താണ്? പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ ആണ്. ഓക്കെ, BMCയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി ജൈവവൈവിധ്യ സംരക്ഷണം പ്രധാനമായും 2 തരത്തിലുണ്ട്. ഇത് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആവാസ വ്യവസ്ഥയിലെ സംരക്ഷണം, എന്തായത് ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം, അതായത് ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും. ഇനി ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണമാണ് ഇൻസിറ്റു കൺസർവേഷൻ, അതായത് പ്രകൃതിയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളെയും അവിടുത്തെ അവിടെയുള്ള ജീവി വർഗങ്ങളുടെയും സംരക്ഷണമാണ് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ. ഉദാഹരണമാണ് ചോദിക്കാറുള്ളത്. ദേശീയ ഉദ്യാനങ്ങള്, അതായത് ഇരവികുളം, അതുപോലെ സൈലന്റ് വാലി പോലുള്ള ദേശീയ ഉദ്യാനങ്ങള്, വന്യജീവി സങ്കേതങ്ങള്, വൈൽഡ് ലൈഫ് സാഞ്ചുറീസ്, അതായത് പെരിയാർ ഒക്കെ പോലുള്ള, പിന്നെ ബയോസ്ഫിയർ റിസർവുകൾ, നീലഗിരി പോലുള്ള, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓക്കെ, പിന്നെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ, ഹിമാലയം, പശ്ചിമഘട്ടം പോലുള്ള ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്, ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. അതായത് പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവിടെയുള്ള ജീവൽ വർഗങ്ങളുടെയും സംരക്ഷണമാണ് എന്ത്? ഇൻസിറ്റു കൺസർവേഷൻ. അടുത്തത് ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം പറയുന്നത് കേട്ടോ. അതായത് എക്സിറ്റു കൺസർവേഷൻ, സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നാമാവശേഷമാകാൻ സാധ്യതയുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സമാനമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുകയാണ് എക്സിറ്റു കൺസർവേഷൻ കേട്ടോ. ഉദാഹരണം എന്താണ്? സസ്യോദ്യാനങ്ങൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, പല സുവോളജിക്കൽ ഗാർഡൻ, മൃഗശാലകൾ, ജീൻ ബാങ്കുകൾ, അക്വേറിയം, ഇതൊക്കെ എന്താണ്? എക്സിറ്റു കൺസർവേഷൻ ആണ്. ഓക്കെ, അതായത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന സാഹചര്യങ്ങളിൽ അതായത് സസ്യങ്ങളെയും ജന്തുക്കളെയും അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സമാനമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുകയാണ് എക്സിറ്റു കൺസർവേഷൻ. ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ചോദ്യം എങ്ങനെയാ വരിക? എക്സാമ്പിൾ കൊടുക്കും, ഇത് ഏത് കൺസർവേഷന് ഉദാഹരണമാണെന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ.
ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ബയോസ്ഫിയർ റിസർവുകളും കമ്മ്യൂണിറ്റി റിസർവുകളും ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളും ഒക്കെ ഇൻസിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ ആണ്. എന്നാൽ എന്താണ് എക്സിറ്റു കൺസർവേഷൻ എക്സാമ്പിൾ സസ്യോദ്യാനങ്ങൾ, അതായത് ബൊട്ടാണിക്കൽ ഗാർഡനുകളും സുവോളജിക്കൽ ഗാർഡനുകളും ജീൻ ബാങ്ക്, അക്വേറിയം ഇതൊക്കെ എന്താണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങളുടെ പ്രദേശത്തെ ജൈവവൈവിധ്യ സംരക്ഷണ കേന്ദ്രം സന്ദർശിക്കുക. അവിടെ നടക്കുന്ന സംരക്ഷണ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കാൻ കുട്ടികൾക്ക് വർക്ക് ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് ഇതിനെ വിലയിരുത്താം എന്നുള്ള ഭാഗം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബോക്സ് എക്ക് അനുസരിച്ച് ബി, സി എന്നീ ബോക്സുകളിൽ നിന്ന് അനുയോജ്യമായവ കണ്ടെത്തി എഴുതുക എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോ എയോട് കണക്ട് ചെയ്യാനാണ് ബിയും സിയും. ഒന്നാമത്തത് പരാത ജീവനം അല്ലെങ്കിൽ പാരസൈറ്റിസ് ആണ് കൊടുത്തല്ലേ. പരാത ജീവനം ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷമാണ് കേട്ടോ. മറ്റേതിന് ദോഷം ഒന്നും ഇ ആയിട്ടാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇ ആണ്. ഓക്കെ, ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏത് പറയാൻ പറ്റും ഇവിടെ? കളയും വിളയും കേട്ടോ. കളയും വിള, ഓപ്ഷൻ ഡി. കളയും വിളയും എന്നാണ് പരാത ജീവനത്തിന് എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഇരപിടുത്താണ് കേട്ടോ. ഇരപിടുത്തം എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുകയാണ് ചെയ്യുന്നത് ഇരപിടുത്തത്തിലൂടെ. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ്? കടുവയും മാനും. ഓക്കെ, ഇനി കമൻസിലിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല കേട്ടോ. ഒന്നിന് ഗുണകരം മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്ത അവസ്ഥയാണ് എന്ത്? കമൻസിലിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ഇത് പറയാൻ പറ്റും? എന്താണ്? മരവായും മാവും കേട്ടോ. അടുത്തത് മ്യൂച്വലിസം ആണ്. മ്യൂച്വലിസം ഏതാണ്? രണ്ട് ജീവികൾക്കും ഗുണകരാണ് അല്ലെ. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ രണ്ട് ജീവികൾക്കും ഗുണകരാണ് കേട്ടോ മ്യൂച്വലിസം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ഏതാണ് പറയാൻ പറ്റുക? പൂവും പൂമ്പാറ്റയും. ഓക്കെ, അടുത്തത് മത്സരം. തുടക്കത്തിൽ രണ്ടിനും ദോഷമാണ്, പിന്നീട് വിജയിക്കുന്നതിന് ഗുണം ചെയ്യുന്നതാണ് മത്സരം. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ഏതാണ്? എക്സാമ്പിൾ പൂച്ചയും ചെള്ളുമാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരേ ഭക്ഷണത്തിനായിട്ട് മത്സരിക്കുക ചെയ്യുന്നത് പൂച്ചയും ചെള്ളും. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ചിത്രീകരണം പരിശോധിച്ച് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കേട്ടോ. ഇവിടെ ചിത്രത്തിൽ എന്താണ്? ചിത്രത്തിൽ തെറ്റായിട്ടുള്ള ഒരു ഓർഡർ ആണ് നൽകിയിട്ടുള്ളത്. ഇത് ശരിയാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇവിടെ വരേണ്ടത് പായലാണ്, സസ്യങ്ങളാണ് അല്ലെ ഫസ്റ്റ് വരുന്നത്. ഉൽപാദകരാണ് ആദ്യം വരേണ്ടത്. ഇനി രണ്ടാമത്തത് എന്താണ്? ഒന്ന് പായല്, രണ്ടാമത്തത് വാൽമാക്രി. പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് മത്സ്യം പറയാൻ പറ്റും കേട്ടോ. വാൽമാക്രിയെ ഭക്ഷിക്കുന്ന മത്സ്യം. നാലാമത്തത് പൊന്മാനും. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് വേണ്ടത്. പായല്, വാൽമാക്രി, മത്സ്യം, പൊന്മാനം. ഇവിടെ നമുക്ക് പായലാണ് എന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം നിർമ്മിക്കുകയും ചെയ്തത്. അതുപോലെ ഉൽപാദകര് പായലാണ്. പിന്നെ പ്രാഥമിക ഉപഭോക്താവ് വാൽമാക്രിയാണ് കേട്ടോ. വാൽമാക്രി സസ്യങ്ങളെ ഭക്ഷണമാക്കുക ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തത് മത്സ്യം അല്ലെ, അതായത് ദ്വിതീയ ഉപഭോക്താവാണ് മത്സ്യം. നാലാമത്തത് പൊന്മാന് തൃതീയ ഉപഭോക്താവാണ് കേട്ടോ. മത്സ്യത്തെ ഭക്ഷണമാക്കുന്നത് പൊന്മാനും. ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? മുകളിൽ നൽകിയിരിക്കുന്ന ശരിയായി ക്രമീകരിക്കുക. ആഹാരശൃംഖല ഉൽപാദക, പ്രാഥമിക ഉപഭോക്താവ്, ദ്വിതീയ ഉപഭോക്തൃ, തൃതീയ ഉപഭോക്തൃ എന്നിവ ഏത് നേടുക. പിന്നെ ഈ ആഹാരശൃംഖല മൂന്നാമത്തെ പോഷണത്തിൽ വരുന്ന ജീവി ഏത്? മൂന്നാമത്തെ പോഷണതലത്തിൽ വരുന്ന ജീവി ഏതെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഏതാണ് മൂന്നാമത്തെ പോഷണതലം? മത്സ്യമാണ് കേട്ടോ. ഒന്നാം പോഷണതലം ഏതാണ്? പായലാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് വാൽമാക്രി, മൂന്നാമത്തത് മത്സ്യം. ഓക്കെ, ഇനി മത്സ്യങ്ങൾ ഇല്ലാതായാലോ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? മത്സ്യങ്ങള് ഇല്ലാതായാൽ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എന്നാണ് ചോദിച്ചത് കേട്ടോ. എങ്ങനെ ബാധിക്കാം? അതായത് വാൽമാക്രികളുടെ എണ്ണം വർദ്ധിക്കില്ലേ. മത്സ്യങ്ങൾ ഇല്ലാതായാൽ അവയെ ഭക്ഷണമാക്കുന്ന വാൽമാക്രികൾ അമിതമായിട്ട് പെരുകുന്നുണ്ട്. വാൽമാക്രികളെ ഭക്ഷണമാക്കുന്നതാണ് മത്സ്യങ്ങളില്ല. അപ്പൊ മത്സ്യങ്ങൾ ഇല്ലാതായാലും വാൽമാക്രികൾ അമിതമായിട്ട് പെരുകുന്നു. ഇത് പായലുകൾ വേഗത്തിൽ തീർന്നു പോകാനും കാരണമാവും. അതുപോലെ പൊന്മാന് ഭക്ഷണം ലഭിക്കാതെയും വരും അല്ലെ. മത്സ്യങ്ങൾ ഇല്ലാതായാൽ ആവാസ വ്യവസ്ഥയെ തകിടം മറിയും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖലയാണ് ചുവടെ നൽകിയിരിക്കുന്നത്. എന്താണ് ഇവിടെ? ഇത് പരിശോധിച്ച് തുടർന്ന് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നെൽച്ചെടി ബാക്ടീരിയ അല്ലെങ്കിൽ വിഘാടകർ എന്ന് കൊടുത്തിട്ടുണ്ട്.
ഇനി കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖല ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത്? അതിനുള്ള ന്യായീകരണം എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ടീരിയ പോലുള്ള വിഘാടകർ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? ഒന്നാമത്തത്, ബാക്ടീരിയ ഇല്ലാത്ത മറ്റു വിഘാടകർക്ക് ഉദാഹരണം ഏതുക? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് എ എന്താണ്? കുട്ടി നിർമ്മിച്ച ആഹാര ശൃംഖല ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു ആഹാര ശൃംഖല നോക്കിയാൽ നമുക്ക് ഈ ഒരു ആഹാര ശൃംഖല തെറ്റാണെന്നാണ് പറയാൻ പറ്റും. അതായത് ഒരു ആഹാര ശൃംഖലയിൽ ഉൽപാദകർ ഇവിടെ നെൽച്ചെടിയാണ് അല്ലെ. അതായത് ഉൽപാദകരെ ഭക്ഷിക്കുന്ന ഉപഭോക്താക്കളെയാണ്, അതായത് വെട്ടുകിളിയോ എലി അങ്ങനെയുള്ള ഉപഭോക്താക്കളെയാണ് നമ്മൾ അടുത്തതായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. എന്നാൽ ഇവിടെ എന്താണ്, നേരിട്ട് വിഘാടകരെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. വിഘാടകര് സാധാരണയായിട്ട് എന്താണ്, ഒരു ആഹാര ശൃംഖലയിലെ അവസാന കണ്ണിയല്ല, മറിച്ച് എന്താണ്, എല്ലാ ജീവികളും ചത്തൊടുങ്ങിയ ശേഷം അവയെ മണ്ണിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്നവര് വിഘാടകരാണ് കേട്ടോ. ശൃംഖലയിൽ ഉപഭോക്താക്കളെ ഒഴിവാക്കി നേരിട്ട് വിഘാടകരെ ചേർക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ക്രമമല്ല. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബാക്ടീരിയ പോലുള്ള വിഘാടകർ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക എന്നാണ് കേട്ടോ. വിഘാടകർ ഇല്ലാതായെന്നാണ് പ്രകൃതി വലിയ ആഘാതങ്ങൾ ഉണ്ടാവും അല്ലെ. മാലിന്യ കൂമ്പാരം, പോഷണ സംക്രമണം തടസ്സപ്പെടും, അതുപോലെ ആവാസ വ്യവസ്ഥയുടെ തകർച്ചക്കൊക്കെ ഇത് കാരണമായിട്ടുണ്ട്. അതായത് മാലിന്യ കൂമ്പാരം എന്ന് പറഞ്ഞാൽ ചത്ത അവശിഷ്ടങ്ങളും മാലിന്യങ്ങളൊക്കെ മണ്ണിലാക്കി ചേരാതെ എന്താണ്, പ്രകൃതിയിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടും. രണ്ട്, പോഷണ സംക്രമണം തടസ്സപ്പെടും എന്ന് പറഞ്ഞാൽ എന്താ, ജൈവവസ്തുക്കളിലെ പോഷണങ്ങളൊക്കെ വീണ്ടും മണ്ണിലേക്ക് തന്നെ തിരിച്ചെത്തില്ല അല്ലെ. അത് സസ്യങ്ങളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയും തകിടം മറിയും. വിഘാടകരുടെ അഭാവം എന്താണ്, ആഹാരശൃംഖലയുടെ തുടർച്ചയെ ബാധിക്കുകയും അവ ആവാസ വ്യവസ്ഥ നശിക്കാനും കാരണമാവുകയും ചെയ്യും കേട്ടോ. ഇനി ഇവിടെ ബാക്ടീരിയ അല്ലാതെ മറ്റു വിഘാടകർക്ക് ഉദാഹരണം ഏതാ പറഞ്ഞിട്ടുണ്ടോ. ബാക്ടീരിയ കൂടാതെ പ്രകൃതിയിൽ എന്താണ് എന്താണ് നമുക്കറിയാം എന്തൊക്കെയുണ്ട്, ഫംഗസുകളുണ്ട്, അതുപോലെ പിന്നെന്താണ്, നഗ്നനേത്രങ്ങൾ കാണാൻ കഴിയാത്ത ചിലതരം പ്രോട്ടോസോവുകളൊക്കെ എന്താണ്, എന്തിനുദാഹരണമാണ്, വിഘാടകർക്ക് ഉദാഹരണമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്രയാണ് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത്. വളരെയധികം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് വിട്ടുകളയരുത്. ഓരോ പോയിന്റ്സും നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ നോക്കി വെക്കട്ടോ. ഓരോന്നും ഗംഗാസ്രാവ്, മലബാർ സിവറ്റ് ക്യാറ്റ്, കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട് ചിലന്തി, ഓരോന്നിനെയും പ്രത്യേകതകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേയാമ്പല്, പാതാളത്തവള, സിംഹാല, ഹാലൻകുരങ്ങ്, നക്ഷത്രാമ, വരയാട്, ഇതിനൊക്കെ പ്രാധാന്യത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പഠിക്കട്ടോ. ഓക്കെ. ഓക്കെ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.